ആ കട്ടി കളഞ്ഞത് കട്ട് ചെയ്ത് സജ്ജിക്കണം വന്നു, അതുകൊണ്ട് ഞാനങ്ങ് കട്ട് ചെയ്ത് പറ. സജീവാ? അവ ഇനി അങ്ങോട്ടൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും വന്നെന്ന് തോന്നല്ലേ? ഞാൻ വരത്തില്ല, ഞാൻ വന്നപ്പോ വന്നത്. എന്തേലൊക്കെ ആവട്ടെ. പിന്നെ മേഡം എന്താ പറയുന്ന? പെരുന്നാൾ എവിടെ കൊള്ളാൻ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല എന്നോട്. ആണോ? എനിക്ക് പുന്നലെ വരാമോ? സജീവനം പറയാനായിട്ട് പിന്നെ വിളിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങോട്ടൊന്ന്. ആരെ? മേഡം. ഇന്ന് വരുമെന്നോ? ഇന്നല്ല, ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഇന്നാണോന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചാൽ അന്ന് എപ്പോ പോയെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വൈകിട്ട് പോയായിരുന്നെന്ന് പറഞ്ഞു. ആര്? സജീവന. പിന്നെ മേഡം തൃശ്ശൂരാന്ന് പറഞ്ഞിട്ട് മാറിയില്ലേ? അപ്പൊ പെരുന്നാൾ എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഞാനോ തീരുമാനിച്ചു. പിന്നെ എങ്ങനെ ഞാൻ വിളിച്ച എന്താക്കിയാന്നേല്. പിന്നെ വീട്ടിൽ പോന്നോ? വീട്ടിൽ കഴിഞ്ഞല്ലേ പോയില്ല. ഈ കൊല്ലം പോണോ വേണ്ട, ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല വീട്ടിൽ നിന്ന്. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു പൈസ ഒക്കെ കൊടുത്ത് പേപ്പറൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുന്നലേക്ക് പോകാം, പെരുന്നാളൊക്കെ അവിടെ കൊള്ളാന്നൊക്കെ ഒരാള് പറഞ്ഞിരുന്നു. കൂടുതലൊന്നും കുത്തണ്ട, കാര്യം പറഞ്ഞിട്ട് സജീവനൊക്കെ കൊടുക്കട്ടെ. സജീവിന്റെ അടുത്താ കൊടു. ഹലോ. സുഖം. അപ്പൊ അടുത്ത ലേലം വിളി തുടങ്ങാനായോ ഇനി? നോമ്പ്. പിന്നെ നോമ്പ് ഹലാലും ഹറാമും എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരതൊക്കെ തിന്നുമ്പോ ഓർമ്മ വേണമായിരുന്നു. ഞാൻ മറക്കത്തില്ല എന്നെ വലിപ്പിച്ചെന്റെ. എന്റെ മരണം വരെ ഞാൻ മറക്കത്തില്ല സജീവണ്ണ. കേസ് കൊടുക്കാൻ ഞാൻ കേസും പറയാനും കൊടുക്കുന്നില്ല. ഏതാ ഭയങ്കര ആളാവരുത്. ഞാൻ ചിലപ്പോ നോയമ്പെടുക്കി എന്റെ ഹറാമോ ഹലാലാണ് നീ എന്റെ തടിക്കുത്തരാട്ടം പറയണ്ട. അല്ല നീ സംസാരിക്കില്ലെങ്കിൽ പൊന്നു മോനെ നിന്നെ അവിടെ വന്ന് ഞാൻ പൊക്കും. തൊലിക്ക് പോരെ മൈരാവിടുന്ന്. ഇയാൾ ഊമ്പും തന്നെ. നീ എന്നെ കൊറേ ഊമ്പ് പോടുന്നു. പൈസ എന്റെ എത്ര രൂപ നീ വലിപ്പിച്ചെന്ന് ഓർമ്മയാണ്. അടുത്ത നിനക്ക് ഞാൻ തരാം. നീ ഇങ്ങോട്ട് വാ, നീ എനിക്ക് തരാന്. സ്വന്തം കിട്ടുന്നുണ്ടോ? ഇയാളെടുത്തൊരു കുണ്ണയും കെട്ടുന്നില്ല. എന്റെ അടുത്ത് ഊമ്പിച്ച പൈസ ഇഞ്ഞുണ്ടോ ആദ്യമേ? നീ ഓർക്കണമായിരുന്നു. ഇയാള് ഊമ്പിയെന്ന് ഓർമ്മയല്ലേ? ഞാൻ ഒരുത്തിക്ക് ഉണ്ടാക്കിയുള്ളൂ, ഇയാൾ 5 ഉണ്ടാക്കിയല്ലോ. പരാതി ആരെങ്കിലും വന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ റെജിനയുടെ തലത്തിലാണോ? ഞാൻ റെജിനയുടെ വെലത്തിലല്ല. എന്റെ അടുത്ത് സജീവ് വഹിപ്പിച്ച പൈസ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലെ റെജിനായും വേറെ ആരെയും കണ്ടല്ലേ ഞാൻ സംസാരിച്ചത്. ഷൈലയുടെ വീട് വെച്ച എന്റെ പൈസ ഉണ്ടല്ലേ? തെളിവുണ്ടോ? തെളിവ് അന്ന് സമ്മതിച്ചല്ലോ ആണ്. പിന്നെന്തുവാ ഇപ്പൊ തെളിവന്നെ? എനിക്കറിയത്തില്ല, അതൊന്നും എനിക്കറിയില്ല. നീ നിന്റെ പെണ്ണിന് കൊടുത്താണെങ്കിൽ ചിലപ്പോ നിന്റെ പെണ്ണ്. ഞാൻ എന്റെ പെണ്ണിന് കൊടുത്തല്ല. എന്റെ പെണ്ണിന് ഞാൻ പൈസ കൊടുത്ത് അവക്ക് ഒതുക്കിയിട്ടില്ല. സജീവൻ ശൈലയാ വഹിച്ചത്. അവള് പറയട്ടെ, അവള് നീ ഇപ്പൊ ഇനി പറയത്തില്ല. കാരണം എന്തുകൊണ്ടാ ഇപ്പൊ സജീവ് അവിടെ എത്തിച്ചല്ലോ. ശൈല റെജീനായ പുന്നലെ എത്തിച്ചല്ലോ. അതുകൊണ്ട് ഇനി പറയാൻ സാധ്യതയില്ല. എനിക്കറിയാം ഇന്ന് അവിടെ പെരുന്നാളായിരിക്കും. ചീത്ത വിളിക്കാൻ നീ വെറുതെ കേട്ടോ. ചീത്ത ആര് വിളിച്ചു? ഇങ്ങോട്ടല്ലേ ചീത്ത വിളിച്ചത്? നീ മയത്തിനെ പറ്റി നീ പറയേണ്ട കാര്യമില്ല. ഇങ്ങോട്ടല്ലേ ചീത്ത വിളിച്ചത്? ഞാൻ അങ്ങോട്ട് വിളിച്ചത് ചീത്ത? മയത്തിനെ പറ്റി നീ പറയണ്ട കേട്ടോ. അതിന്റെ കഷ്ടകാലത്തിനാണ് നീ. ഏതാ? നീ നൊയമ്പിനെ പറ്റി പറയുന്നത് നിന്റെ കഷ്ടകാലത്തിനാ. എന്താ കഷ്ടകാലത്തിന്? ഹറാമോ ഹലാലോ എന്നൊക്കെ പറയേണ്ട കാര്യം നിനക്കെന്ത് കാര്യം? ഓർമ്മ ഉണ്ടായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ അടുത്ത് എപ്പോഴും പറയായിരുന്നു ഹറാമോ ഹലാലോ. എന്നെ വഹിച്ചോണ്ടായിരുന്നു എത്തിങ്ങാനെ കൊണ്ട കൊടുത്ത പൈസ. എന്ത് തെളിവുണ്ടാ പിടിക്കാനല്ല. ഇങ്ങനൊന്നും കാണിക്കരുത്. പടച്ചോന് നല്ലൊരു സംഭവം ഉണ്ട്. ഓർമ്മ വേണം. മരിച്ചു പോകാനുള്ളതാണ്.
എന്തായാലും ഇവിടുന്ന് തരത്തില്ല എന്ന് എനിക്കറിയാം. സജീവൻ സൈലായി എന്നെ വഹിച്ച പൈസ ഇവിടുന്ന് എനിക്കിത് കിട്ടത്തില്ല. ഞാൻ സന്തോഷമായിട്ട് മരിക്കും. കാരണം പരലോകത്ത് വെച്ച് എനിക്ക് കിട്ടും. പരലോകത്ത് വെച്ച് സജീവും സൈലായും എന്നെ വഹിച്ച പൈസ എനിക്ക് പരലോകത്ത് നിന്ന് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ആ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ഗർഭിണിയാക്കി 1 2 അടച്ചിട്ട് കളഞ്ഞ് പുന്നല മൊത്തം ഞാൻ ഫ്ലാഷ് ആക്കും. നിനക്ക് അറിയാൻ പറ്റാത്തത് പുന്നല ഫ്ലാഷ് ആക്കുന്നു. 6 മാസം മുമ്പേ 40,000 മേടിക്കുമ്പോ വേറെ പലതും പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. ഒന്നും കാണാനില്ല ഇപ്പൊ. ഞാൻ പറയപ്പിക്കുന്നതാണോ? ഇയാൾ ഊമ്പാതെ പോടെ മീര്. അത് നിന്റെ അമ്മയെ കൊണ്ടിട്ട് നീ എന്റെ അടുത്ത് കുണ്ണാ സംസാരിക്കല്ലേ കുണ്ടച്ചി മോനെ. എന്നെ നീ ഊമ്പിച്ച് പൈസ ഊമ്പിച്ച് എന്നെ ഈ പരുവത്തിലാക്കിയോ വരെ നീ എന്നെ അടുത്ത് കുണ്ണാ പറയല്ലേ? ഞാൻ മറക്കത്തില്ല സജീവേ. നീ വെച്ചോണ്ടിരി. എന്നെ ഈ കോലാക്കിയത് ഞാൻ മറക്കത്തില്ല. കാണുന്നവർക്കൊക്കെ ഇട്ടുകൊടുത്ത് മക്കൾ ഉണ്ടാക്കുമ്പോ ഓർക്കണമായിരുന്നു. നീ ഉണ്ടാക്കിയല്ലോ 4-5 അതിന് എന്റെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ വന്ന് പറയുമ്പോ ചോദിക്കടാ പോടാ. നിന്റെ ഇടയ്ക്ക് ഞാനേ നാട്ടുകാരെ ഊമ്പിച്ച് നടക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നത്. ഓർമ്മയാണോ? അതെ. കുഴൽപ്പണം ആരുണ്ടാക്കി? നീ കണ്ട? കണ്ട്. എപ്പം കണ്ട്? പലതും കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. നീ എപ്പം കണ്ടെന്നെ? നീ കണ്ടിട്ടില്ലല്ലേ? ഇപ്പൊ പുതിയ SI-മാരൊക്കെ വന്നാണല്ലോ 10,000 കൈക്കൂലി എടുത്ത് കൊണ്ടുവരണേ. നീ ചെയ്യൂന്ന് എനിക്കറിയാലോ. സജീവ് ചെയ്യും. പൈസക്ക് വേണ്ടി സജീവ് കാണിക്കും. എനിക്കറിയാം സജീവിനെ. നീ ഇപ്പൊ നിനക്ക് ഒത്തിരി എളുപ്പമുണ്ട്. നീ നിന്റെ IPS കാര്യം പിടിച്ചിട്ട് എന്തുവായി? ഒരു IPS കാര്യം ഞാൻ IPS കാരെ കണ്ടിട്ടുമില്ല. എനിക്കൊരു പരിചയമില്ല. നീ വിളിക്ക അവളെ വിളി. അവരെ വിളി. ഞാൻ എന്തിനു വിളിക്കുന്നു? എനിക്ക് പരിചയമില്ലാത്ത ഞാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ എന്ത് കയ്യോന്ന് അവരെടുത്ത് ചോദ്യം അറിയാമോ? എന്നെ കണ്ടിട്ടുണ്ടോന്ന് എഴുതിര്. അവരുടെ സ്വർണ്ണമൊക്കെ മേടിച്ച് നീ വെച്ചിട്ടില്ലേ? കളിക്കാൻ നമുക്ക്. നീ ആഴ്ച കൊണ്ട കൊടുക്കുന്നുണ്ടല്ലോ. ആഴ്ചയില് പോടാ പുണ്ടച്ചി മോനെ തായോളി. നീ എന്റെ അടുത്ത് കൊണ്ടാ